Good morning, my dear students. Today, our topic, what are the classification of banks, then on the basis of ownership. Previous ക്ലാസ്സുകളിൽ നമ്മൾ ബാങ്കിങ്ങിനെ കുറിച്ച് പഠിച്ചിരുന്നു. Then ആ ബാങ്കിൽ തന്നെ what are the different types of banks. Then first classification on the basis of function. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷൻസിലെ ബാങ്കിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. കമേഴ്സ്യൽ ബാങ്ക്സ്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, അഗ്രികൾച്ചർ ബാങ്ക്സ്, സേവിങ്സ് ബാങ്ക്സ്, എക്സിം ബാങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീജിയണൽ റൂറൽ ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്. ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ. Then next topic, on the basis of ownership, what are the classification of banks? Banks classified on the basis of ownership, it may be classified into three. Then first one is public sector banks, second one is private sector banks and cooperative banks. Then first one is, what is meant by public sector banks? Public sector banks are owned by government. That is, public sector bank is the bank that is owned by government or is the majority shares are held by the government. That is, the public sector banks are owned by government in India. There are 19 nationalized banks. These banks belongs to this category besides State Bank of India and its 5 associates and 82 regional rural banks are also part of public sector banks. അതായത് ഇപ്പം നമ്മൾ പറയാം പബ്ലിക് സെക്ടർ ബാങ്ക്സും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, സെക്കൻഡ് വൺ ഈസ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നത് ബാങ്കിനെ നമുക്ക് ഇങ്ങനെയും തരംതിരിക്കാം ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഒരു ബാങ്കിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ് എന്നതിനെ ആസ്പദമാക്കിക്കൊണ്ട് ബാങ്കുകളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷൻ, സെക്കൻഡ് വൺ ഈസ് ഓൺ ദി ബേസ് ഫസ്റ്റ് വൺ ഈസ് ഓൺ ദി base of ownership. First classification is public sector banks, second one is private sector banks and third one is cooperative bank. Public sector banks ile majority shares of the banking institution held by the government. Majority shares means more than 51% of the more than 50% or 51% is held by the government. That type of banks is also called as public sector bank. അപ്പോൾ നിലനിൽക്കുന്ന ബാങ്കുകളിലെ മെജോറിറ്റി ഷെയർസും ഗവൺമെൻറ്റാണ് ഹെൽഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അത് അത്തരം ഷെയർസ് ഗവൺമെൻറ് കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയാം. എല്ലാ നാഷണലൈസ്ഡ് ബാങ്ക്സും എന്ത് തന്നെയാണ്? പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. ദെൻ സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്: ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, ദെൻ ഇന്ത്യൻ ബാങ്ക്, Indian Overseas Bank, Punjab National Bank, Union Bank, UCO and State Bank of India. These are some examples of public sector banks. അപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷനിൽ എന്താണ് പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കിലെ ഈ ബാങ്കുകളുടെ എല്ലാം ഓണർഷിപ്പിൽ അവരുടെ ഷെയർസിലെ മെജോറിറ്റി ഷെയർസും എടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ആണെങ്കിൽ നമ്മൾ അത്തരം ബാങ്കുകൾ നമുക്ക് എന്തെന്ന് പറയാം? പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. എല്ലാ നാഷണലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ നാഷണലൈസേഷൻ റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് സെക്ടർ അസറ്റ്സ് ടു ബി ഓപ്പറേറ്റഡ് ആൻഡ് ഓൺഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ്. അതായത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയണമെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുടെ ഷെയർസോ തീർച്ചയായിട്ടും ആരുടെ കയ്യിൽ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ കൈവശം വെച്ചിരിക്കുകയാണെങ്കിലാണ് അതിന് നാഷണലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയാം. നമുക്കറിയാം ബാങ്കിങ് സെക്ടറിൽ തന്നെ സുപ്രധാനമായിട്ടുള്ളൊരു ടേണിംഗ് പോയിൻ്റാണ് 1969 നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാഷണലൈസേഷൻ എന്ന് പറയുന്നത് അത്തരം ബാങ്കുകൾ, പ്രൈവറ്റ് സെക്ടറിലുള്ള ബാങ്കുകളെ നാഷണലൈസ് ചെയ്യുക, ദേശസൽക്കരിക്കുക എന്ന് പറയുമ്പോൾ അത്തരം കമ്പനികളുടെ ബാങ്കിൻ്റെ ഷെയറുകൾ ഗവൺമെൻറ് പർച്ചേസ് ചെയ്യുകയും 50% ആൻഡ് മോർ ഹെൽഡ് ബൈ ദി ഗവൺമെൻറ് ആണെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ നമുക്ക് എന്തെന്ന് പറയാനായിട്ട് സാധിക്കും? പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ദീസ് ആർ ദി പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. Second one is private sector banks. Private sector bank, these banks are owned by the private sector. The majority of shares held by the private individuals. That is, individuals or organization and not by the government. Then examples are the South Indian Bank, Catholic Syrian Bank, HDFC, ICICI, etc. Then what is meant by private sector bank എന്ന് പറയുമ്പോൾ private sector banks are owned by the
പ്രൈവറ്റ് സെക്ടേഴ്സ് ഓർ ഇൻഡിവിജ്വൽസ്. നമ്മൾ സാധാരണ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലോ ഒക്കെയാണ് പ്രൈവറ്റ് ആയിട്ടുള്ള മേഖലകളാണ് മെജോറിറ്റി ഷെയർസും ഹെൽഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയാം. ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻ നോട്ട് ബൈ ദി ഗവൺമെൻറ്റിൻ്റെ അല്ലാതെ, അതായത് 51 പകുതി ഷെയറിന് കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഹെൽഡ് ചെയ്തിരിക്കണമെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയാം. ഇത് മെജോറിറ്റി പകുതിയിൽ കൂടുതൽ ഷെയർസും പ്രൈവറ്റ് സെക്ടറിൽ തന്നെയാണ് നിലനിൽക്കുന്നതെങ്കിൽ അത്തരം ബാങ്കുകൾ നമ്മൾ എന്താ പറയുക, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ നമുക്കുള്ള എക്സാമ്പിൾസ് ആണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാത്തോലിക് സിറിയൻ ബാങ്ക്, HDFC, ICICI, etc. Then third classification on the basis of ownership, another classification is cooperative bank. Third one is cooperative bank. ഇനി എന്താണ് cooperative banks എന്നുള്ളതാണ്. Cooperative banks are jointly run by a group of individuals under the cooperative laws of the country. The main objective of these banks are to provide cheap credit to their members. The cooperative credit system is the main institutional source of agricultural finance. നമുക്കറിയാം, നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് എന്താണ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് മുൻപ് പഠിച്ചിട്ടുണ്ട്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ജോയിൻ്റ്ലി റൺ ബൈ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അണ്ടർ ദി കോപ്പറേറ്റീവ് ലോസ് ഓഫ് ദി കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ കോപ്പറേറ്റീവ് നിയമപ്രകാരം ആരംഭിച്ചിരിക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ എന്ത് പറയുക, കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുക. ഈ കോപ്പറേറ്റീവ് ബാങ്ക്സുകളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുമ്പോൾ ടു പ്രൊട്ടക്റ്റ് ഓർ ടു പ്രൊവൈഡ് ആഡിക്വേറ്റ് ഫിനാൻസ് ടു അഗ്രികൾച്ചർ സെക്ടർ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പ്രകാരം പ്രവർത്തിക്കുകയും അതിലെ മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യാം എന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയാം. And then cooperative banking system in India is the 3-tier structure. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ഒരു 3-tier സ്ട്രക്ചറാണ്. 3-tier സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ദെൻ നമ്മളവിടെ 3-tier സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് പ്രൈമറി സൊസൈറ്റീസ്, ലോക്കൽ ബേസ് ആൻഡ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ കോപ്പറേറ്റീവ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് അതായത് സ്റ്റേറ്റ് ലെവൽ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ആയിരിക്കും അതിൻ്റെ ടോപ്പിൽ വരിക. അതിന് താഴെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സുകൾ വരും. അതിൻ്റെ താഴെ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സുകളാണ് ഉണ്ടായിരിക്കുക. The primary societies cater to the short term and medium term requirements of the villagers. Urban cooperative banks and employee credit societies are formed in urban area to provide non-agricultural credit. The central cooperatives are the federation of primary societies and belongs to a specific district. They lend money to primary societies. The state cooperative bank is the apex level institution functioning in the state level. The main aim of the state cooperative bank is to provide loans to the central cooperative bank in order to enable them to provide necessary finance to the primary societies. ഇവിടെ കോപ്പറേറ്റീവ് ബാങ്ക്സുകൾ എന്ന് പറയുമ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പ്രകാരം പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഈ കോപ്പറേറ്റീവ് ബാങ്ക്സിന് 3-tier സ്ട്രക്ചറാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഓരോ സംസ്ഥാനത്തും സ്റ്റേറ്റ് ലെവൽ ഒരു അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടായിരിക്കും. അതിന് താഴെ ജില്ലാ തലത്തിൽ ഡിസ്ട്രിക്ട് ലെവലിൽ ഉണ്ടായിരിക്കും. ആ ജില്ലാ തലത്തിലുള്ള ബാങ്കുകളെയാണ് നമ്മൾ എന്താ പറയുക, സെൻട്രൽ ബാങ്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുക. അത് ഏറ്റവും താഴെയായിട്ടുള്ള ലോക്കൽ ബോഡീസിലൊക്കെ പ്രൈമറി ലെവലിലാണ് നമ്മൾ സാധാരണ എന്ത് കാണാറുള്ളത്, പ്രൈമറി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസൊക്കെ കാണുന്നത്. ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ ബാങ്കുകളെ തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷൻ. ചിലപ്പോൾ ഈ പറയുന്ന ബാങ്കുകൾ തന്നെ അവിടെയും വരുന്നുണ്ടാവാം. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ആദ്യത്തെ സെക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഫങ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്തു അല്ലേ. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പാണ്. ആ ബാങ്കുകൾ തന്നെ അതിൽ വന്നിരിക്കുന്ന ബാങ്കുകൾ തന്നെയാണ് പലപ്പോഴും എക്സാമ്പിളായിട്ട് ഇവിടെയും വരുന്നുണ്ടാവുക. പക്ഷേ ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പാണ്. ഓണർഷിപ്പ് നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്നും, അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണെങ്കിൽ ഗവൺമെൻറ് ഓൺ ചെയ്തിരിക്കുന്നതായിരിക്കും പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണ്. പ്രൈവറ്റ് സെക്ടറിലെ മെജോറിറ്റി ഷെയർസ് ആർ ഹെൽഡ് ബൈ ദി പ്രൈവറ്റ് സെക്ടേഴ്സ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും മെജോറിറ്റി ഷെയർസും ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ തേർഡ് വൺ പറയുന്നതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ പ്രത്യേകത, കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഫങ്ഷനിങ് ഓൺ ദി ബേസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആക്ട് പ്രകാരമാണ് ഓൺ ദി ബേസ് ഓഫ്
പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ഒരു 3 ടയർ സ്ട്രക്ചറാണ്. സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് പ്രൈമറി ലെവൽ. അപ്പോൾ ലോക്കലായിട്ടുള്ള ഏരിയയിൽ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസൊക്കെ ലോക്കൽ ലെവലിലുള്ള കോപ്പറേറ്റീവ് ബാങ്ക്സും, സെൻട്രൽ ലെവലിലുള്ളതിനെ ഡിസ്ട്രിക്ട് ലെവൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നും, അതുപോലെ തന്നെ അപ്പെക്സ് ലെവലിലുള്ളതിനെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ബാങ്ക്സ് എന്നും പറയുന്നു. Next classification on the basis of domicile. Banks may be classified into 2. Then first one is domestic banks and second one is foreign banks. Then first one is domestic bank. Domestic banks, banks which are registered or incorporated in India are called domestic banks. Examples are Syndicate Bank, Vijaya Bank, Dhanlakshmi Bank, etc. ദെൻ ഇവിടെ നെക്സ്റ്റ് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഡൊമിസൈൽ. അതായത് ബാങ്കുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അതായത് പ്രാദേശിക തലത്തിലാണോ ഇൻ്റർനാഷണൽ ലെവലാണോ, അവൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നതിനെ ആസ്പദമാക്കിക്കൊണ്ട് ബാങ്കുകളെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡൊമസ്റ്റിക് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് ബാങ്ക്സിലെ ബാങ്ക്സ് വിച്ച് ആർ രജിസ്റ്റേർഡ് ഓർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ തന്നെ രജിസ്റ്റർ ചെയ്യുകയും ഇന്ത്യയിൽ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ബാങ്കുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഡൊമസ്റ്റിക് ബാങ്ക്സ് എന്നുള്ളത് പറയുക. ഡൊമസ്റ്റിക് ബാങ്ക്സിന് എക്സാമ്പിളാണ് സിൻഡിക്കേറ്റ് ബാങ്ക്, വിജയ ബാങ്ക്, അതുപോലെ തന്നെ ധനലക്ഷ്മി ബാങ്കുകളൊക്കെ ഇതിന് എക്സാമ്പിളാണ്, ഡൊമസ്റ്റിക് ബാങ്ക്സിന് എക്സാമ്പിളാണ്. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് ഡൊമിസൈൽ, ദറ്റ് ഈസ് ഫോറിൻ ബാങ്ക്സ്. These are banks which are registered or incorporated outside India but having branches in India. After liberalization, the number of such banks functioning in India have increased. Examples of foreign banks are City Banks, Standard Chartered Banks, HSBC Banks and ABN and Amro Bank. അപ്പോൾ തന്നെ അവിടെ നമ്മൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫോറിൻ ബാങ്ക്സ് ആണ്. ഫോറിൻ ബാങ്ക്സിനെ പ്രത്യേകിച്ച് രജിസ്റ്റേർഡ് ഓർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറമേയുള്ള സ്ഥലങ്ങളിലെ ബാങ്കുകൾ ആരംഭിക്കുകയും എന്നാൽ ഇന്ത്യയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന ബാങ്കുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഫോറിൻ ബാങ്ക്സ് എന്ന് പറയാം. അപ്പോൾ ബാങ്കുകൾ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഓൺ ദി ബേസിസ് ഓഫ് ഡൊമിസൈൽ നോക്കിക്കൊണ്ട്, അതായത് അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഡൊമസ്റ്റിക് ബാങ്ക്സ് എന്ന് പറയുന്നതും സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് ഫോറിൻ ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത് 3 ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു, ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷൻ. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് തേർഡ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഡൊമിസൈൽ. അപ്പോൾ നിങ്ങൾക്കതറിയാം, ആദ്യം നമ്മൾ ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഫംഗ്ഷനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓരോ ബാങ്കുകൾ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് അതിനെ ആസ്പദമാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തു. പിന്നെ ഓണർഷിപ്പ് ബേസ് ചെയ്തുകൊണ്ട് ബാങ്കിനെ ക്ലാസിഫൈ ചെയ്തു. തേർഡ് ക്ലാസിഫിക്കേഷൻ രജിസ്റ്റേർഡ് ഓഫീസിനെ കുറിച്ച് ആസ്പദമാക്കിക്കൊണ്ട് തന്നെ ബാങ്കിനെ ക്ലാസിഫൈ ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കിക്കൊണ്ട് ബാങ്കിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് ആൻഡ് കൺസോർട്ടിയം ബാങ്കിങ്. Then these are the classification of organization structure. Then first one is unit banking. Unit banking in unit banking system, the bank's operations are generally confined to a single office only. Then in this system, independent or isolated units perform banking operations in a limited area. It will have no branches. This system was originated in USA. അപ്പോൾ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഫോർത്ത് ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇനി ബാങ്കിനെ നമ്മൾ തരംതിരിക്കുന്നത് അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറോട് കൂടിയിട്ടാണ്. അതായത് ബ്രാഞ്ച് ഒരുപാട് യൂണിറ്റുകളോട് കൂടിയിട്ടുള്ള ബാങ്കുകളാണോ, അതല്ലെങ്കിൽ യൂണിറ്റ് ബാങ്കാണോ, ചെയിൻ ബാങ്കിങ് ആണോ, ഗ്രൂപ്പ് ബാങ്കിങ് ആണോ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പോൾ തന്നെ അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് ബാങ്കിങ്.
യൂണിറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇൻ ദി യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം ദ ബാങ്ക്സ് ഓപ്പറേഷൻസ് ആർ ജനറലി കൺഫൈൻഡ് ടു എ സിംഗിൾ ഓഫീസ് ഓൺലി. അവിടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ഒരു സിംഗിൾ യൂണിറ്റ് മാത്രമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻ ദ യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം ദ ബാങ്ക്സ് ഓപ്പറേഷൻസ് ആർ ജനറലി കൺഫൈൻഡ് ടു എ സിംഗിൾ ഓഫീസ് ഓൺലി. ദെൻ ഇൻ ദി സിസ്റ്റം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഐസൊലേറ്റഡ് യൂണിറ്റ്സ് പെർഫോം ബാങ്കിങ് ഓപ്പറേഷൻസ് ഇൻ എ ലിമിറ്റഡ് ഏരിയ. ദെൻ ഇറ്റ് വിൽ ഹാവ് നോ ബ്രാഞ്ചസ്. അതിന് ഈ യൂണിറ്റ് ബാങ്കിന് മറ്റ് ബ്രാഞ്ചുകളൊന്നും ഇല്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ദിസ് സിസ്റ്റം വാസ് ഒറിജിനേറ്റഡ് ഇൻ യു എസ് എയിൽ ആരംഭിച്ചിരിക്കുന്ന ബാങ്കാണ് ഇത് യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് ഒരുപാട് ബ്രാഞ്ചുകളോട് കൂടിയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റത്തിനെയാണ്. പക്ഷേ യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം, പ്രത്യേകിച്ച് മറ്റ് ബാങ്കുകളൊന്നും അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ടില്ല, ഒരു മിക്സഡ് ബാങ്കിങ് അല്ല. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിനെയാണ് നമ്മൾ യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ then അതിൻ്റെ അതിൽ തന്നെ what are the advantages of unit banking? Advantages: local development, easy management, no monopolistic tendencies, promotes regional balance, quick decisions, free from diseconomies of large scale operations. Then അല്ലേ ഫസ്റ്റ് പറയുന്നത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് യൂണിറ്റ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാകാവുന്ന നേട്ടങ്ങൾ. അപ്പോൾ യൂണിറ്റ് ബാങ്കിങ്ങിലെ ഫസ്റ്റ് വൺ ഈസ് ലോക്കൽ ഡെവലപ്മെൻറ്റ്. യൂണിറ്റ് ബാങ്കിങ് ഈസ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. ദ യൂണിറ്റ് ബാങ്ക് ഹാസ് ദ സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ദ ലോക്കൽ പ്രോബ്ലംസ് ആൻഡ് സർവേസ് ദ ലോക്കൽ പീപ്പിൾ. ഒരൊറ്റ യൂണിറ്റ് മാത്രമേ ഉള്ളൂ, അതിന് വേറെ ബ്രാഞ്ചുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതൊരു ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്ക് ആയിരിക്കും എന്ത് യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് ബാങ്ക് ഈസ് എ ലോക്കലൈസ്ഡ് ബാങ്കിങ്. വൺ ഓഫ് ദി അഡ്വാൻറ്റേജ് അതാണ്. The unit bank has the specialized knowledge of the local problems and serves the local people. Same time, the funds of the locality are utilized for the local development and are not transferred to other areas. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫണ്ട് എന്ന് പറയുന്നത് അവിടെ തന്നെ പ്രവർത്തിക്കാനായിട്ട്, അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയും അവിടെ തന്നെ ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുകയും എന്നൊക്കെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലോക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും ഇതിന് യൂണിറ്റ് ബാങ്കിങ്ങിന്. അപ്പോൾ യൂണിറ്റ് ബാങ്കിങ് ഈസ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. ദ യൂണിറ്റ് ബാങ്ക് ഹാസ് എ സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ദ ലോക്കൽ പ്രോബ്ലംസ് ആൻഡ് സർവീസ് ദ ലോക്കൽ പീപ്പിൾ. The funds of the locality are utilized for the local development and are not transferred to the other areas. ഇത്തരത്തിലുള്ള ബാങ്കുകൾ പ്രവർത്തിക്കുന്നതിനായിട്ട് മറ്റ് ഏരിയകളിൽ നിന്നും പ്രിഫർ ചെയ്യുന്നില്ല, അവിടെ തന്നെയായിരിക്കും ആ ഏരിയയിൽ തന്നെ പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് യൂണിറ്റ് ബാങ്കിങ് ദറ്റ് ഈസ് ലോക്കൽ ഡെവലപ്മെൻറ്റ്. Then second one is easy management. Easy management, the supervision and management of unit banking is much easier and more effective. There are lesser chance of fraud and misappropriations. ഒരൊറ്റ ബ്രാഞ്ചോട് കൂടി മാത്രം, ഒരൊറ്റ യൂണിറ്റോട് കൂടി മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട് then it is easy management, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. The supervision and management of a unit bank is much easier and more effective. There are lesser chances of fraud and misappropriation. തെറ്റുകളോ മിസ്അപ്രോപ്രിയേഷൻസോ ഇല്ലാതിരിക്കാനായിട്ട് ഏത് കാരണമാവുന്നു? യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അഡ്വാൻറ്റേജസ് ആണത്. അപ്പോൾ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം തന്നെ എന്താണ്? വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് യൂണിറ്റ് ബാങ്കിങ്? ഫസ്റ്റ് വൺ ഈസ് ലോക്കൽ ഡെവലപ്മെൻറ്റ്, സെക്കൻഡ് വൺ ഈസ് ഈസി മാനേജ്മെൻറ്റ് ആൻഡ് തേർഡ് വൺ ഈസ് നോ മൊണോപ്പൊളിസ്റ്റിക് ടെൻഡൻസീസ്. Unit banks are generally small size and hence there is no possibility of generating monopolistic tendencies. അതായത് മൊണോപ്പൊളിയാണ് യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ മൊണോപ്പൊളിയാണ്. അത് മൊണോപ്പൊളിസ്റ്റിക് ആവുക എന്ന് പറയുമ്പോൾ അവിടെ കോമ്പറ്റീറ്റേഴ്സ് വരുമ്പോഴാണ് പിന്നെ അത് എന്തായിട്ട് മാറുക? മൊണോപ്പൊളിസ്റ്റിക് ആയിട്ട് മാറുക. അപ്പോൾ ഇത് മൊണോപ്പൊളിസ്റ്റിക് ആവാനുള്ള സാധ്യതയില്ല. നോ മൊണോപ്പൊളിസ്റ്റിക് ടെൻഡൻസീസ്. അഥവാ മൊണോപ്പൊളിസ്റ്റിക് ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് എന്താവില്ല? യൂണിറ്റ് ബാങ്ക് ആവില്ല. അതിന് നമുക്ക് ബ്രാഞ്ച് ബാങ്ക് എന്നോ മിക്സഡ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു പേരിലേക്ക് അതിനെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറയുന്നത് യൂണിറ്റ് ബാങ്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് ലോക്കൽ ഡെവലപ്മെൻറ്റ്, സെക്കൻഡ് വൺ ഈസ് ഈസി മാനേജ്മെൻറ്റ് ആൻഡ് തേർഡ് വൺ ഈസ് നോ മൊണോപ്പൊളിസ്റ്റിക് ടെൻഡൻസീസ്. മൊണോപ്പൊളിസ്റ്റിക് ടെൻഡൻസീസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ദെൻ ഫോർത്ത് വൺ ഈസ് പ്രൊമോട്ട്സ് റീജിയണൽ ബാലൻസ്. റീജിയണൽ ബാലൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. റീജിയണൽ ബാലൻസ് എന്ന് പറയുമ്പോൾ under unit banking system there is no transfer of resources from rural and backward areas to industrial and commercial centers. This tends to reduce regional imbalances.
And ഇവിടെ promote regional balance. Under unit banking system, there is no transfer of resources from rural area to rural and backward area to industrial and commercial centers. അതായത് റൂറൽ ഏരിയയിലെ ബ്രാഞ്ചുകളൊക്കെ ആരംഭിച്ചിട്ട് അവിടുന്ന് ഫണ്ട് മൊബിലൈസ് ചെയ്തുകൊണ്ട് അർബൻ ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സൊന്നും യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഫണ്ട് അവിടെ തന്നെ വിനിയോഗിക്കപ്പെടുകയാണ് യൂണിറ്റ് ബാങ്കിങ്ങിന് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? അണ്ടർ യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം ദർ ഈസ് നോ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ഫ്രം റൂറൽ ടു rural and backward areas to industrial and commercial centers. This tends to reduce regional imbalance. Regional imbalance എന്ന് പറയുമ്പോൾ ഈ റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇല്ലാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. Then fourth one is quick decision. Quick decisions all decisions are made at the local level and hence there is no delay in taking decision. അവിടെ all decisions are made at the local level and hence there is no delay in take decision. വളരെ ചെറിയൊരു സ്ഥാപനമാണ്, ഒരു യൂണിറ്റ് ആയിട്ടുള്ളൊരു ബ്രാഞ്ച് മാത്രമാണ്. അതുകൊണ്ട് അവിടെ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ക്വിക്ക് ഡിസിഷൻസ് എവിടെ സാധ്യമാണ്? യൂണിറ്റ് ബാങ്കിങ്ങിൽ സാധ്യമാണ്. all decisions are made at the local level and at the hence there is no delay in taking decision. Then next one is free from diseconomies of large scale operations. Unit banks are free from the diseconomies and problems of large scale operation which are generally experienced by bank branches. Free from diseconomies, large scale production അല്ലെങ്കിൽ large scale operationsൻ്റെ economies and diseconomies. അപ്പോൾ ഇവിടെ പറയുന്ന ഫ്രീ ഫ്രം ഡിസെക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ, ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ്റെ ഡിസെക്കോണമീസ് ഇല്ലാതെയാക്കാനായിട്ട് സാധിക്കണു എന്ന് പറയണു. യൂണിറ്റ് ബാങ്ക്സ് ആർ ഫ്രീ ഫ്രം ദ ഡിസെക്കോണമീസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ദ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ വിച്ച് ആർ ജനറലി എക്സ്പീരിയൻസ്ഡ് ബൈ ബാങ്ക് ബ്രാഞ്ചസ്. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് യൂണിറ്റ് ബാങ്കിങ്. അപ്പോൾ യൂണിറ്റ് ബാങ്കിൻ്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? ലോക്കൽ ഡെവലപ്മെൻറ്റ്, ഈസി മാനേജ്മെൻറ്റ്, നോ മോണോപ്പൊളിസ്റ്റിക് ടെൻഡൻസീസ്, promote regional balance, quick decisions and free from diseconomies of large scale operations. Then next one is disadvantages. Disadvantages lack of specialization, no scope for spreading risk, inability to face crisis, no banking development in backward areas, costly remittance of funds and local pressures, undesirable competitions, disparity in the interest rate, no economies of large scale operation. These are the disadvantages of unit banking. ഇനി നമുക്ക് നോക്കാവുന്ന വാട്ട് ആർ ദി പ്രോബ്ലംസ്. നമുക്കറിയാലോ ഓരോ സിസ്റ്റത്തിനും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഉണ്ടായിരിക്കും, അതേസമയം അതിൻ്റേതായിട്ടുള്ള ഡിമെറിറ്റ്സും ഉണ്ടായിരിക്കും. ഒരു യൂണിറ്റ് ബാങ്കിങ് കൊണ്ട് ഉണ്ടാകാവുന്ന ദോഷങ്ങൾ എന്തൊക്കെ? യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ യൂണിറ്റ് മാത്രമായിട്ട് പ്രവർത്തിക്കുകയാണ്, മറ്റു ബ്രാഞ്ചുകളില്ല, ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ഇല്ല, കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ഇങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പാൻഷൻ വളരെ കുറയാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ ഇവിടെ ഡിസഡ്വാൻറ്റേജിലെ ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ. യൂണിറ്റ് ബാങ്ക്സ് ആർ സ്മോൾ സ്കെയിൽ ബാങ്ക്സ് വിത്ത് ലിമിറ്റഡ് സ്കോപ്പ്. ദീസ് ബാങ്ക്സ് ലാക്ക് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ. ലാക്ക് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ. ഇവിടെ യൂണിറ്റ് ബാങ്ക് സ്മോൾ സ്കെയിൽ ബാങ്ക്സ് ലിമിറ്റഡ് സ്കോപ്പ്. ദീസ് ബാങ്ക്സ് ലാക്ക് ഓഫ് ഡിവിഷൻ ഓർ അതായത് അവിടെ ഉള്ളവർ തന്നെ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഏതാണ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ ഇന്നതാണ് സ്പെഷ്യലൈസേഷനോ ഒന്നും നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ യൂണിറ്റ് ബാങ്കിങ്. ദെൻ സെക്കൻഡ് വൺ ഈസ് നോ സ്കോപ്പ് ഫോർ സ്പ്രെഡിങ് റിസ്ക്. നോ സ്കോപ്പ് ഫോർ സ്പ്രെഡിങ് റിസ്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയും അതേസമയം കുറവാണ്. സിൻസ് ദ ബിസിനസ് ഓപ്പറേഷൻസ് ഓഫ് യൂണിറ്റ് ബാങ്ക്സ് ആർ ഹൈലി ലോക്കലൈസ്ഡ്, there is little possibility of distribution and diversification of risk in various areas. അപ്പം എന്താ സെക്കൻഡ് വേണം പറയുന്നത്? നോ സ്കോപ്പ് ഫോർ സ്പ്രെഡിങ് റിസ്ക്. നഷ്ടസാധ്യതകൾ സ്പ്രെഡ് ചെയ്യാനുള്ള നോ സ്കോപ്പ് ഫോർ സ്പ്രെഡിങ് റിസ്ക്. Since the business operations of unit banks are highly localized, there is little possibility of distribution and diversification of risk in various areas. ഒരു മേഖലയിൽ ഉണ്ടാകാവുന്ന റിസ്കിനെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് റിസ്ക് കുറവായിരിക്കും, മറ്റൊരു സ്ഥലത്ത് റിസ്ക് കൂടുതലായിരിക്കും. ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനൊന്നും ഏതിന് പറ്റില്ല? യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റത്തിന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോ സ്കോപ്പ് ഫോർ സ്പ്രെഡിങ് റിസ്ക്. നഷ്ടസാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല.
Then third point is inability to face crisis. ബുദ്ധിമുട്ടുകൾ നേരിടാനായിട്ട്, അതായത് ലിമിറ്റഡ് റിസോഴ്സ് ഓഫ് യൂണിറ്റ് ബാങ്ക്സ് ഓൾസോ റെസ്ട്രിക്ട് ദെയർ എബിലിറ്റി ടു ഫേസ് ഫൈനാൻഷ്യൽ ക്രൈസിസ്. ഫൈനാൻഷ്യലി ഉണ്ടാകാവുന്ന നഷ്ടങ്ങളെ പരിഹരിച്ചു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ ഇന്നബിലിറ്റി ടു ഫേസ് ക്രൈസിസ് നേരിടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. ദെൻ ഫോർത്ത് വൺ ഈസ് നോ ബാക്ക്വേർഡ് ഡെവലപ്മെൻറ്റ് ഇൻ ബാക്ക്വേർഡ് ഏരിയാസ്. ദെൻ ഇവിടെ നോ ബാങ്കിങ് ഡെവലപ്മെൻറ്റ് ഇൻ ബാക്ക്വേർഡ് ഏരിയാസ്. ബാങ്കിങ് ഡെവലപ്മെൻറ്റ് ഇൻ ബാക്ക്വേർഡ് ഏരിയാസ് എന്ന് പറയുമ്പോൾ backward areas, unit banks, because of their limited resources, cannot afford to open an economic banking business in rural areas and small towns. As such, these areas remain unbanked. അപ്പോൾ അവിടെ പറയുന്നത് നോ ബാങ്കിങ് ഡെവലപ്മെൻറ്റ് ഇൻ ബാക്ക്വേർഡ് ഏരിയയിലൊന്നും എന്ത് സംഭവിക്കുന്നില്ല, ബാങ്കിങ് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നില്ല. ബിക്കോസ് ഓഫ് ദെയർ ലിമിറ്റഡ് റിസോഴ്സ്, വളരെ കുറച്ച് റിസോഴ്സസ് മാത്രമേ അവർ മൊബിലൈസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ദെൻ സിക്സ് വൺ ഈസ് ലോക്കൽ പ്രഷർ. സിൻസ് യൂണിറ്റ് ബാങ്ക്സ് ആർ ഹൈലി ലോക്കലൈസ്ഡ് ഇൻ ദെയർ ബിസിനസ്, ലോക്കൽ പ്രഷേഴ്സ് ആൻഡ് ഇൻ്റർഫറൻസസ് ജനറലി ഡിസ്റപ്റ്റ് ദെയർ നോർമൽ ഫങ്ഷനിങ്. പലപ്പോഴും ബാങ്കുകൾക്ക് തീരുമാനമെടുത്തുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ രീതിയിലുള്ളൊരു ലോക്കൽ പ്രഷർ, കാരണം കുറേ നാളുകളായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ലോക്കൽ പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈലി ലോക്കലൈസ്ഡ് ഇൻ ദെയർ ബിസിനസ്, അവരുടെ ബിസിനസ് ഹൈലി ലോക്കലൈസ്ഡ് ആണ്. ലോക്കൽ പ്രഷേഴ്സ് ആൻഡ് ഇൻ്റർഫറൻസസ് ജനറലി ഡിസ്റപ്റ്റ് ദെയർ നോർമൽ ഫങ്ഷനിങ്, അവരുടെ നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻസ് അത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ സെവൻത്ത് പോയിൻ്റ് ഈസ് അൺഡിസൈറബിൾ കോമ്പറ്റീഷൻ. അവിടെ യൂണിറ്റ് ബാങ്ക്സ് ആർ ഇൻഡിപെൻഡൻ്റ്ലി റൺ ബൈ ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ്. ദീസ് റിസൾട്ട് ഇൻ അൺഡിസൈറബിൾ കോമ്പറ്റീഷൻ എമംഗ് ഡിഫറെൻറ്റ് യൂണിറ്റ് ബാങ്ക്സ്. അവിടെ നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള അൺഡിസൈറബിൾ കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നത്, യൂണിറ്റ് ബാങ്ക്സ് ആർ ഇൻഡിപെൻഡൻ്റ്ലി റൺ ബൈ ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ്, പല മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. ദീസ് റിസൾട്ട് ഇൻ അൺഡിസൈറബിൾ കോമ്പറ്റീഷൻ എമംഗ് ഡിഫറെൻറ്റ് യൂണിറ്റ് ബാങ്ക്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് disparity in interest rate. Since easy and cheap movement of funds does not exist, interest rate vary considerably at different places. Then last point is no economies of large scale production. Large scale production ഉണ്ടാകാവുന്ന എക്കോണമീസ് ഒന്നും തന്നെ അവർക്ക് ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ്. Since unit banks are small in size, they cannot enjoy the economies of large scale operation. These are the important limitations of unit banking. Then same time നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് കൂടെ കവർ ചെയ്യാം. Then next one is branch banking. ഇനി നമുക്ക് നോക്കുന്നത് ബ്രാഞ്ച് ബാങ്കിങ് ആണ്. ബ്രാഞ്ച് ബാങ്കിങ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം. ഇൻ ബ്രാഞ്ച് ബാങ്കിങ്, ബാങ്ക് ഹാസ് എ ലാർജ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് scattered all over the country. This is actually delocalized banking which carries on business through a number of offices. This system of banking developed in England and later spread to Canada, France and Germany. India is also branch banking system. അപ്പോൾ നമുക്ക് യൂണിറ്റ് ബാങ്കിങ് പോലെ തന്നെയല്ല. അപ്പോൾ ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഇൻ ബ്രാഞ്ച് ബാങ്കിങ് എ ബാങ്ക് ഹാസ് എ ലാർജ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ്. ഒരുപാട് ബ്രാഞ്ചസോട് കൂടി ലാർജ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് വിച്ച് ക്യാരീസ് ഓൺ ബിസിനസ് ത്രൂ നമ്പർ ഓഫ് ഓഫീസേഴ്സ്. This system of banking developed in England and later to Canada, France and Germany. India also follows the branch banking system. അപ്പോൾ യൂണിറ്റ് ബാങ്കിങ്ങിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അവിടെ ഇത് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ശാഖകളോട് കൂടി ഒരുപാട് യൂണിറ്റുകളോട് കൂടി പ്രവർത്തിക്കുന്ന ബാങ്കിങ് സിസ്റ്റത്തെയാണ് നമ്മൾ എന്താ പറയുക ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുക. ലാർജ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ്, ഒരുപാട് ബ്രാഞ്ചുകളുടെ നെറ്റ്വർക്കോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ബാങ്കിങ് സംവിധാനം എന്ന് പറയുന്നത് തന്നെ ഏതാണ്? ബ്രാഞ്ച് ബാങ്കിങ് ആണ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ബ്രാഞ്ച് ബാങ്കിങ്? ഫസ്റ്റ് വൺ ഈസ് എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. സെക്കൻഡ് വൺ ഈസ് ജിയോഗ്രഫിക്കൽ സ്പ്രെഡിങ് ഓഫ് റിസ്ക്. Third one is economy of cash reserve. Fourth one is uniform interest rate. Fifth one is remittance facilities. And sixth one is effective credit control.
And seventh one, high banking standards and proper use of capital. പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ കാണുന്നിപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ SBI തന്നെ ഡിഫറെൻറ്റ് ശാഖകളോടുകൂടി നെറ്റ്വർക്കോട് പ്രവർത്തിക്കുന്നുണ്ട്. കാത്തോലിക് സിറിയൻ ബാങ്ക്, കാത്തോലിക് സിറിയൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് അല്ലേ, നമ്മൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇങ്ങനെ കാണുന്ന എല്ലാ ബാങ്കുകളും ഇന്ത്യയിൽ മെജോറിറ്റിയും ഇന്ത്യയിൽ കാണപ്പെടും. ഇന്ത്യ ഓൾസോ ഫോളോസ് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഒരു ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റമാണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനൊരു ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം? ഒരുപാട് ബ്രാഞ്ചുകളോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്കിങ് സംവിധാനത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ദെൻ ഫസ്റ്റ് വൺ ഈസ് എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസിൻ്റെ എക്കോണമീസ് അവൈലബിൾ ആണ്. ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ എക്കോണമീസ് അവൈലബിൾ ആണ് എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് ഏരിയകളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ലാർജ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ആയിരിക്കും. സോ ആസ് ദ ബാങ്ക് ഫങ്ഷൻസ് വിത്ത് എ നമ്പർ ഓഫ് ബ്രാഞ്ചസ് സ്കാറ്റേഡ് ഓൾ ഓവർ ദി കൺട്രി, ഇറ്റ് ക്യാൻ എൻജോയ് ഓൾ ദി എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസിൻ്റെ എക്കോണമീസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ജിയോഗ്രഫിക്കൽ സ്പ്രെഡിങ് ഓഫ് റിസ്ക്. ജിയോഗ്രഫിക്കൽ സ്പ്രെഡിങ് ഓഫ് റിസ്ക് എന്ന് പറയുമ്പോൾ ഒരു ഏരിയയിൽ ഉണ്ടാകാവുന്ന നഷ്ടസാധ്യതകളെ മറ്റൊരു ഒരു ഏരിയയിൽ നമുക്കവിടെ ലെൻഡിങ് ഫെസിലിറ്റീസ് കുറവായിരിക്കും. അതേസമയം തന്നെ ലെൻഡിങ് ഫെസിലിറ്റീസ് കുറവായിരിക്കുമ്പോൾ അതേസമയം തന്നെ എന്തുകൂടെ ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യാനായിട്ട് കഴിയാതെ വരിക. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ജിയോഗ്രഫിക്കൽ സ്പ്രെഡിങ് ഓഫ് റിസ്ക്. ഒരു സ്ഥലത്ത് ഉണ്ടാകാവുന്ന പോസിബിലിറ്റി ഓഫ് ലോസ് അല്ലെങ്കിൽ നഷ്ടസാധ്യതയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു സ്ഥലത്ത് കോമ്പൻസേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും ഒരു ബ്രാഞ്ച് ബാങ്കിങ് സംവിധാനം എന്ന് പറയുന്നത് എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ്റെ ബെനിഫിറ്റ് അവൈലബിൾ ആണ്. ജിയോഗ്രഫിക്കൽ സ്പ്രെഡിങ് ഓഫ് റിസ്ക്, അവരുടെ നഷ്ടസാധ്യതകളെ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ യൂണിഫോം ഇൻട്രസ്റ്റ് റേറ്റ്, ഒരു കോമൺ ഇൻട്രസ്റ്റ് റേറ്റ് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കണു എന്ന് പറയാം. അപ്പോൾ തന്നെ അവിടെ യൂണിഫോം ഇൻട്രസ്റ്റ് റേറ്റിലെ ബ്രാഞ്ച് ബാങ്ക്സ് ഇൻക്രീസ് ദ മൊബിലിറ്റി ഓഫ് ഫണ്ട്സ് from one region to another, which brings uniformity in the interest rate in different places. യൂണിഫോം ഇൻട്രസ്റ്റ് റേറ്റ്, ഒരേപോലെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് തന്നെ ഇന്ന മേഖലയിൽ ഇത്രയാണ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഒരേ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ യൂണിഫോം ഇൻട്രസ്റ്റ് റേറ്റ്. The next point is remittance facilities എന്ന് പറയുന്നത് under branch banking the banks have other branches in different places, hence it is easy to remit funds from one place to another at a minimum cost. അവിടെ റെമിറ്റൻസ് ഫെസിലിറ്റീസിലെ അണ്ടർ ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം ദ ബാങ്ക്സ് ഹാവ് ദെയർ ബ്രാഞ്ചസ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. ബാങ്കിന് മറ്റ് മേഖലയിലെ ബ്രാഞ്ചുകളോട് കൂടി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനോ ലോ കോസ്റ്റിൽ നമുക്ക് സർവീസ് അവൈലബിൾ ആക്കാനോ സാധിക്കുന്നു എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇഫക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഇഫക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോളിലെ ബ്രാഞ്ച് ബാങ്കിങ് ഹെൽപ്സ് ദ സെൻട്രൽ ബാങ്ക് ടു ഇംപ്ലിമെൻറ്റ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് മോർ ഇഫക്റ്റീവ്ലി. ബ്രാഞ്ച് ബാങ്കിങ് ഹെൽപ്പ് ദ സെൻട്രൽ ബാങ്ക്, അതായത് RBI നമുക്ക് പഠിക്കാം, നമ്മൾ അടുത്ത ക്ലാസ്സിലൊക്കെ പഠിക്കും. RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ ബ്രാഞ്ച് ബാങ്കിങ് ഹെൽപ്സ് ദ സെൻട്രൽ ബാങ്ക് ടു ഇംപ്ലിമെൻറ്റ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്. RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് വളരെ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടാനായിട്ട് സാധിക്കുന്നത് എവിടെയാണ്? ദെൻ ഇത്തരത്തിലുള്ള ബ്രാഞ്ച് ബാങ്കിങ് സംവിധാനത്തിലൂടെയാണ്. സോ റെമിറ്റൻസ് ഫെസിലിറ്റീസ് ഈസ് ഈസി, വളരെയധികം ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ബ്രാഞ്ച് ഫെസിലിറ്റീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ ഇഫക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഇഫക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോളിലെ ബ്രാഞ്ച് ബാങ്കിങ് ഹെൽപ്സ് സെൻട്രൽ ബാങ്ക് ടു ഇംപ്ലിമെൻറ്റ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് മോർ ഇഫക്റ്റീവ്ലി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹൈ ബാങ്കിങ് സ്റ്റാൻഡേർഡ്. ഹൈ ബാങ്കിങ് സ്റ്റാൻഡേർഡ്സിലെ ബ്രാഞ്ച് ബാങ്കിങ് പ്രൊവൈഡ്സ് ബെറ്റർ ആൻഡ് എഫിഷ്യൻറ്റ് സർവീസസ് ടു ദ പീപ്പിൾ. ഇറ്റ് ക്യാൻ ഇൻട്രൊഡ്യൂസ് അഡ്വാൻസ്ഡ് ബാങ്കിങ് ടെക്നിക്സ് ആൻഡ് മെയിൻറ്റെയിൻ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ഓപ്പറേഷൻ. ഹൈ ബാങ്കിങ് സ്റ്റാൻഡേർഡ്, നല്ല രീതിയിലുള്ള ഒരു ബാങ്കിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ ഇറ്റ് ക്യാൻ ഇൻട്രൊഡ്യൂസ് advanced banking techniques and maintain high standard of operation. High standard operations സാധ്യമാണ്. The next one is proper use of capital. If a branch has excess reserves, it can be transferred to other branch for proper investment. Thus, the resources of the bank can be properly utilized. ശരിയായിട്ടുള്ള രീതിയിൽ ഇത് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Then next topic is what are the disadvantages of branch banking. First one is regional imbalances. The second one is delay in decision making.
then expensive, then fourth one is greater chance for mismanagement, and fifth one is concentration of economic power, and sixth one is lack of personal contact. Then first one is regional imbalance. Regional imbalance in branch banking, the financial resources collected from rural areas are transferred to urban areas or industrial areas. This result in regional imbalances. നമുക്കറിയാം, ഒരു റൂറൽ ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ട് മുഴുവനായിട്ടും ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സിറ്റീസിലോ ടൗണുകളിലോ ഒക്കെ നമ്മളവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് റീജിയണൽ ഇംബാലൻസ്, അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ദെൻ സിറ്റീസ്, ടൗൺ, ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുക. പക്ഷേ ഫണ്ട് മൊബിലൈസ് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കാം, റൂറൽ ഏരിയാസിലായിരിക്കും. ഇങ്ങനൊരു റീജിയണൽ ഇംബാലൻസ് വരാനായിട്ട് ബ്രാഞ്ച് ബാങ്കിങ് കാരണമാവുന്നുണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ലിമിറ്റേഷൻ ഓഫ് ബ്രാഞ്ച് ബാങ്കിങ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്രാഞ്ചുകളും ഒരുപാട് പ്രോസസ്സിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ദ കോംപ്ലിക്കേറ്റഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻ ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം റിസൾട്ട് ഇൻ റെഡ് ടാപ്പിസം ആൻഡ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതൊരു റെഡ് ടാപ്പിസത്തിലേക്കും ഡിസിഷൻ മേക്കിംഗ്, ഫയലുകളെല്ലാം തന്നെ കെട്ടിവെക്കുക എന്നല്ലാതെ ഒന്നും തന്നെ വെളിച്ചം കാണില്ല എന്നൊക്കെ നമ്മൾ പറയും. റെഡ് ടാപ്പിസം, അതായത് എന്തുകൊണ്ടാണ്, വളരെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനായിട്ട് ബ്രാഞ്ച് ബാങ്കിൽ കഴിയില്ല. കാരണം ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, ഡിസിഷൻ എടുക്കുന്ന ബോർഡ് മീറ്റിംഗ് ഒക്കെ വിളിച്ചതിന് ശേഷമൊക്കെ നമുക്ക് തീരുമാനങ്ങൾ അറിയിക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇറ്റ് ഈസ് വെരി ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ദ നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെൻസീവ്. It is an expensive system of banking operations. Expenses are very high. Then next one is greater chance of mismanagement. മിസ്മാനേജ്മെൻറ്റ് വരാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ദെൻ ഗ്രേറ്റ് ചാൻസസ് ഓഫ് മിസ്മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ബിക്കം കമ്പാരിറ്റീവ്ലി ഡിഫിക്കൾട്ട് ഇൻ ബ്രാഞ്ച് ബാങ്കിങ്, റിസൾട്ടിങ് ഇൻ മിസ്മാനേജ്മെൻറ്റ്, കറപ്ഷൻ ആൻഡ് ഫ്രോഡ്. അതായത് ചില ബ്രാഞ്ചുകളിലൊക്കെ ചിലപ്പോൾ മിസ്അപ്രോപ്രിയേഷനോ അല്ലെങ്കിൽ ഫ്രോഡുകളോ ഒക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. റിസൾട്ട് ഈസ് മിസ്മാനേജ്മെൻറ്റ്, കറപ്ഷൻ ആൻഡ് അഴിമതിയൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ. Most of the banks under this system are in the hands of the few industrialists. This leads to monopoly and concentration of economic power. അതായത് മെനി ഓഫ് ദ ബാങ്ക്സ് അണ്ടർ ദി സിസ്റ്റം, പല ബാങ്കുകളും ഈ ഒരു സംവിധാനത്തിൻ്റെ കീഴിലാണെന്നുണ്ട് വെച്ചാൽ ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫ്യൂ ഇൻഡസ്ട്രിയലിസ്റ്റ്. ദിസ് ലീഡ്സ് ടു മൊണോപ്പൊളി ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് പേഴ്സണൽ കോണ്ടാക്ട്. ഇനി പേഴ്സണൽ കോണ്ടാക്റ്റിൻ്റെ അഭാവം. എ ലാർജ് ബാങ്ക് ടെൻസ് ടു ബിക്കം മോർ ആൻഡ് മോർ ഇംപേഴ്സണൽ ഇൻ ഇറ്റ്സ് ഡീലിംഗ്. അതായത് ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാവില്ല. ഒരുപാട് ബ്രാഞ്ചുകളാണ്, ഓഫീസേഴ്സ് തന്നെ മാറി മാറി വരാം. അപ്പോൾ ഓരോ ബാങ്കുകളുടെയും പ്രവർത്തനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എല്ലായ്പ്പോഴും നമുക്ക് ബ്രാഞ്ച് ബാങ്കിൽ സംവിധാനത്തിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് മാറി മാറിയായിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ഇതുവരെ ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് എടുത്തിട്ടുള്ളത് നോക്കാം. ദെൻ കൺക്ലൂഷനിൽ ഫസ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സിൽ ഫസ്റ്റ് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷൻ, സെക്കൻഡ് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്, തേർഡ് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഡൊമിസൈൽ, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇത്രയാണ്. അപ്പോൾ ആദ്യത്തെ രണ്ടും ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നതാണ്. ഓൺ ദി ബേസ് ഓഫ് ഫംഗ്ഷൻ, ബാങ്ക്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് കമേഴ്ഷ്യൽ ബാങ്ക്സ്, അഗ്രികൾച്ചറൽ ബാങ്ക്സ്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, സേവിങ്സ് ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, കോപ്പറേറ്റീവ്സ് ബാങ്ക്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ്, എക്സെട്ര. These are the different types of banks. Then second classification on the basis of ownership. Then on the basis of ownerships, banks may be classified into three. Then first one is public sector banks, second one is private sector bank, and third one is cooperative bank. ഇതായിരുന്നു ഇന്നത്തെ നമ്മൾ തുടങ്ങി വെച്ചത് അവിടെ നിന്നായിരുന്നു. Then first one is on the basis of ownership. First one is public sector banks. Public sector banks are owned by the government of India. That is majority shares. That means 50%, 15 more percentage of shares held by the state or central government. That type of bank is called as public sector bank.
മെജോറിറ്റി ഷെയർസും ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണെങ്കിൽ അത്തരം ബാങ്കുകളെ നമ്മൾ എന്ത് പറയുന്നു, പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നു. ഇനി പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്താണ്? ദെൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആർ ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, മെജോറിറ്റി ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ പ്രൈവറ്റ് മെമ്പേഴ്സ്. അവരുടെ അടുത്തായിരിക്കും മെജോറിറ്റി ഷെയർസും. ഇതാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ കോപ്പറേറ്റീവ് ബാങ്ക്? കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഫങ്ഷനിങ് ഓൺ ദി ബേസ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇൻ ഇന്ത്യ 3-tier structure is prevailing. There is 3-tier structure. First one is state level, second one is district level, and third one is primary level. Then state level, state cooperative bank. Then central level എന്ന് ഉദ്ദേശിക്കുന്നത് it is also district level cooperative banks, that is district level cooperative banks എന്നുള്ള ക്ലാസിഫിക്കേഷൻ എടുക്കാം. Then last one is primary cooperative societies. ഇങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയോ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയോ ഒക്കെ പ്രവർത്തനം. അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ നമ്മൾ കൊടുത്തത് എന്താ? ഓൺ ദി ബേസ് ഓഫ് ഡൊമിസൈലാണ്. ഡൊമിസൈലിനെ അതിൻ്റെ രജിസ്ട്രേഡ് ഓഫീസിനെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ആസ്പദമാക്കിക്കൊണ്ട് ഫസ്റ്റ് വൺ ഈസ് പ്രൈവറ്റ്. ദെൻ എവിടെയാണ് ഡൊമിസൈൽ? അതായത് നമ്മൾ ഇന്ത്യയിൽ തന്നെ അതിൻ്റെ ഹെഡ് ഓഫീസോട് കൂടി പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ അങ്ങനെ പറയുക. ഫോറിൻ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ രജിസ്ട്രേഡ് ഓഫീസ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് അബ്രോഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ഫോറിൻ ബാങ്ക്സ് എന്ന് പറയും. ഇതാണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. First one is different types of banks on the basis of organization structure: unit banking, branch banking, mixed banking, chain banking, etc. Then first one is unit banking. യൂണിറ്റ് ബാങ്കിങ്ങിലെ ദെൻ ദ ബാങ്ക്സ് എന്ന് പറയുന്നത് അവിടെ ഒരു സിംഗിൾ യൂണിറ്റോട് കൂടി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നു. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് യൂണിറ്റ് ബാങ്കിങ്? അതാണ് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ ബ്രാഞ്ച് ബാങ്കിങ്. അപ്പോൾ ഇത്രയേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അതിൽ തന്നെ ബാക്കിയുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നന്നായിട്ട് വായിക്കാനുണ്ട്. നന്നായിട്ട് വായിച്ച് നോക്കാം. താങ്ക് യു.